സുഖല്ലേ? അക്ഷരം. പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നെ കുറിച്ച് പറയാനല്ല, ഒരാളെ പരിചയപ്പെടുത്തി തരാനാ. ആരാന്നല്ലേ? ഇപ്പൊ കാണിച്ചുതരാം. ദിസ് ഈസ് മൈ അച്ഛമ്മ. ഞങ്ങൾ സ്നേഹത്തോടെ നാണു എന്ന് വിളിക്കും. എന്റെ ലൈഫിൽ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന ഒരാളാണ് എന്റെ അച്ഛമ്മ. എന്തൊക്കെയെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നാലെ നടന്ന് ഫുഡ് കഴിപ്പിച്ചോണ്ടേയിരിക്കും. എന്റെ എല്ലാ കുട്ടികൾക്കും കൂട്ടി നിൽക്കും. അതേപോലെ തന്നെ വെയ്യാണ്ടായ ഉറക്കമൊഴിച്ച് കൂട്ടിനിരിക്കും. പിന്നെ എങ്ങാനും അബദ്ധത്തിൽ ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പിന്നെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആ സാധനം ഉണ്ടാവും. ആൻഡ് ദ ലിസ്റ്റ് ഗോസ് ഓൺ. ഈ എഫേർട്സ് ഒക്കെ നല്ല ക്യൂട്ടല്ലേ? ഇത്തിരി ക്യൂട്ടായിട്ടുള്ള ഒരു എഫേർട്ട് എൻ്റെ അച്ഛമ്മ ഈ അടുത്തെടുത്തടാ. എന്താണല്ലേ ഇപ്പോൾ കാണിച്ചത്? ഇത് നോക്കേ, ഇത് ഞാൻ കുറച്ച് കാലം കൊണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള തൂവലാണ്. എന്തിനാണ് കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു വിയേർഡ് ഹോബിയാണത്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ അങ്ങനെ തൂവൽ പെറുക്കി നടക്കണം അച്ഛമ്മ കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചത് എന്തിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അച്ഛമ്മ, എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സാധനം കാണിച്ചു കൊടുത്തു. പിറ്റേന്ന് അച്ഛമ്മ എത്ര നോക്കടി, അവസാനം കിട്ടിയതാ. ഇതൊക്കെ നല്ലതാണ്. ഇതുണ്ടോ എനിക്ക് വേണ്ടി തൂവൽ പെറുക്കി എടുക്കുകയാണ് അച്ഛമ്മ. എന്തിനാ അത് എനിക്ക് അറിഞ്ഞൂടാ. ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അതിങ്ങനെ പെറുക്കിട് കണ്ടു, എനിക്കത് ഇഷ്ടമാണ്, ഞാൻ അതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അച്ഛമ്മയ്ക്ക് അറിയുള്ളൂ. അതുകൊണ്ട് വഴിയിൽ കൂടെ കണ്ട തൂവലൊക്കെ പെറുക്കി എടുത്ത ചെറുക്ക. ഇത് ഞാൻ 2-3 കൊല്ലം കൊണ്ട് കളക്ട് ചെയ്ത ചെറുക്ക. അല്ല അച്ഛമ്മ എനിക്ക് 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത എന്താണിത്. ഞാൻ കളക്ട് ചെയ്തേക്കാട്ടിലും കൂടുതലുണ്ട് ഇതില്. എന്റെ മൊത്തം മണ്ണിയാണ് എൻ്റെ അച്ഛമ്മ. അയ്യോ എന്താ ഞാൻ പറയാ, നിങ്ങൾ പറ എന്താ അതിന് പറയാ. പിന്നെ ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഫുൾ ടൈം അടിയും ചക്രിയാണെന്ന്. അല്ലാട്ടോ, 99% ഞങ്ങൾ കീരിയും പമ്പുമാണ്. അതൊക്കെ അത്രയേ ഉള്ളൂ.